വിവാദത്തിലേക്കൊക്കെയാണല്ലോ പോണേ. എന്താന്നറിയാൻ പോണല്ലോ, കേരളം എങ്ങോട്ടാ പോണെന്ന് എനിക്കറിയാൻ പോണത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അലിൻ ജോസിന് ആംബിയറില്ലോ ആംബിയർ ഇല്ലെന്നോ? കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. മലപ്പുറം ലിപ് ലോക്ക് ഒക്കെ ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. ലിപ് ലോക്ക് ഒക്കെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചു. ഭീഷണിപ്പെടുന്ന ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാ മതിയായിരുന്നു. അഭിനയിക്കുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ ഇപ്പം പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഈ ഫാൻസിന്റെ ഒരു ഞാൻ പോയില്ലടാ, എനിക്ക് നിന്നെ മാത്രോടാ സെക്സ് ചെയ്യാൻ താല്പര്യം. നമുക്ക് ഊട്ടിയിലും കൊടൈക്കനാലിലും പോയിട്ട് സെക്സ് ചെയ്യാടാ. നമുക്ക് ரொம்ப பிரமாதம். இந்த மாதிரி புத்தி உலகத்துல யாருக்குமே கிடையாது. നിന്നെയായിട്ട് അന്ന് കെട്ടിപ്പിടിച്ച് റീൽസ് മീഡിയക്ക് മുമ്പ് ചെയ്തപ്പോ നല്ല സുഖം കിട്ടിയത്. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. എനിക്കും സുഖമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇത്രയും പ്രായമുള്ളൊരു റീൽസ് ചെയ്യപ്പോ എനിക്കും സുഖം കിട്ടില്ല. അതിന് ചില ഫ്രോഡുകൾ കാണും. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ബൈക്ക് യാത്രക്കിടയില് മോശമായിട്ട് എന്നെ ദുരുപയോഗം ചെയ്ത് ഞാൻ ഓടിച്ചോണ്ടല്ലോ. കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാ? ഞാൻ മുള്ളാനൊക്കെ നിർത്തിയാൽ ബൈക്ക് യാത്ര ചെയ്യുമ്പോ മുള്ളാൻ മുട്ടും തൂറാൻ മുട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു അസുഖമുള്ള തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇടയ്ക്കൊന്ന് ഒന്നിന് പോകാനായിട്ട് ഒരു മറവിൽ നിർത്തിയായിരുന്നു. അപ്പൊ ഞാൻ നോക്കി അവളെ വന്ന് നോക്കിയിട്ടുണ്ടായി. അതും വന്നു ഉള്ളതാണോടോ ഉണ്ണി? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. മുട്ടയായിട്ട് മുള്ളിയതും ഒന്ന് നോക്കിയിട്ടുണ്ടായി. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ മറ്റേ പാർട്ടിയാ പറഞ്ഞ് മറ്റേ നിന്റെ അത് വലുതല്ല ചെറുതാണ്, അങ്ങനെയൊക്കെ പല വർത്തമാനങ്ങളും പറഞ്ഞു. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കരുത്.